ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹീറോസായ പോലീസുകാർക്കും പിന്നെ ഡോക്ടേഴ്സിനും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും വേണ്ടിയിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഞാനൊരു ബോട്ടിലെടുത്തു. പിന്നെ അടുത്തതെടുത്തിരിക്കുന്നത് ഇതൊരു റെസിൻ ഷീറ്റ്, നമ്മൾ ഈ സെറ്റിമേക്കിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു കവർ പോലത്തെ, അല്ലെങ്കിൽ നമുക്ക് ഫോം ഷീറ്റ് ഉപയോഗിക്കാം. അപ്പം ഇത് ചെറിയ ബ്ലോക്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് ഒരു ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതിനെ ബ്ലോക്സ് പോലെ അതിൽ വരച്ചെടുക്കുക. ദാ ഈ കാണുന്ന പോലെ നമുക്കിങ്ങനെ വരക്കാം. കണ്ടോ, ലെങ്ത്ത് ബ്രിക്ക് പോലെ ഇല്ലേ. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചുണ്ടായിരിക്കണം, വിഡ്ത്ത് കുറച്ച് കുറവായിരിക്കണം, അധികം വിഡ്ത്ത് വേണ്ട, ലെങ്ത്ത് ഉണ്ടാവുമായിരിക്കണം. ഇനി നമുക്കിതുമ്മ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ബോട്ടിൽ ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ പേസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ ബ്രിക്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇത് ബോട്ടിൽ കംപ്ലീറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കിയല്ല 4 സൈഡിലും കംപ്ലീറ്റ് ചെയ്തു. ഇതാ ഇങ്ങനെ ഈ പോർഷനിൽ നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ടെക്സ്ചർ ഇഫക്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗമ്മും വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഈ ബ്രിക്സ് ഒട്ടിച്ച് വെക്കുന്നതിൻ്റെ മുകളിലായിട്ട് തേച്ച് പിടിപ്പിക്കുക, ഈ കാണുന്ന പോലെ. അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പർ കുറച്ച് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലൊട്ടിക്കുക. കണ്ടോ, അപ്പോൾ ഒരു ഒട്ടിയിരുന്നോളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടി കുറച്ചൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ടെക്സ്ചർ കിട്ടും. കണ്ടോ, ഇപ്പോൾ ഉണങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. മോൾ ഭാഗത്തും വരെ തേച്ചു, മൊത്തം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇത് ഡോക്ടേഴ്സിൻ്റെ സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി MC-യിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 പാർട്സ് എടുത്തു. ഒരു വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള പാർട്സ് ഉണ്ടാവും. അത് കുറച്ചെടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ അതൊരു പൗഡർ കയ്യിലെടുത്തിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ, കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ അത് പറ്റിപ്പിടിക്കും. അപ്പോൾ കൈ ഇങ്ങനെ തിരുമ്മിയിട്ട് കുറച്ച് 2 ഭാഗവും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ശരിക്കും മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലേ മോഡൽ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലേ യൂസ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ മോഡൽസും ഉണ്ടാക്കാറ്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ യൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലേയിൽ നിന്ന് കുറച്ച് പാർട്സ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റെതസ്കോപ്പിൻ്റെ ആ മോഡൽ അറിയാലോ, ആ ഒരു കഴുത്തിലിടുന്ന ഭാഗം നിന്ന് ചെവിയിലേക്ക് കുത്തുന്ന ആ ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഗമ്മ തേച്ചതിന് ശേഷം ആ ഉണ്ടാക്കിയെടുത്തത് പേസ്റ്റ് ചെയ്യുക. സ്റ്റെതസ്കോപ്പിൻ്റെ ഫിഗർ ഇപ്പോൾ ശരിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം.
അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗം അതും ചെയ്യണം. പിന്നെ ചെവിയിൽ വെക്കുന്ന ആ സ്ഥലം നമുക്കിനി അത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി താഴത്തുള്ള ബാക്കി പാർട്സും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ കുറച്ച് പൗഡർ കയ്യിൽ തൂകുകയോ അല്ലെങ്കിൽ എവിടെയാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് പൗഡർ തൂകുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ സർഫസിലൊക്കെ അത് ആകും. ഒരു കറുത്ത പാട് പിടിച്ച പോലെയൊക്കെ ആകും അത്. ഇപ്പം എൻ്റെ തന്നെ കൈയിൻ്റെ അറ്റത്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കൈയിൻ്റെ കയ്യിലൊന്നും ആയില്ല പൗഡർ തേച്ച് പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ ബാക്കി പോർഷൻസും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. പിന്നെ ഈ ബ്രിക്ക് പോലെ ഇരിക്കുന്ന കാരണം ചിലപ്പോൾ വെക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ അതേ സ്റ്റെതസ്കോപ്പ് തീരാറായിട്ടുണ്ട് ചെയ്ത്. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്യുന്ന സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കതും കൂടി വയ്ക്കാം. അപ്പം ആ പൊസിഷനും അതും കൂടി തീരാറായി. ഇപ്പം ഞാൻ എടുക്കുന്ന പാർട്സൊക്കെ കുറച്ച് വലുതാണ്. അതാരണം കുറച്ചായിട്ട് കട്ട് ചെയ്ത് പിന്നെ വെച്ചോക്കെയാണ്. കാരണം ഈ ബോട്ടിലാവുമ്പോൾ കുറച്ച് ചെറിയ പീസ് മതിയല്ലോ. ഇപ്പോൾ ദേ ഫൈനലി ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ആ വലിപ്പം മതിയെന്ന് തോന്നണു. പിന്നെ നമുക്കത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി. കണ്ടോ, മറ്റേതും കൂടി ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ അവരുടെ ഒരു ക്യാപ്പാണ് ഞാൻ ചെയ്യുന്നത്. ക്യാപ്പും പിന്നെ അവരുടെ പോലീസുകാരുടെ ലാത്തിയും. അപ്പോൾ ക്യാപ്പ് ഞാൻ ചെയ്തതൊരു യൂട്യൂബിലൊരു ഫോട്ടോ കണ്ടു. അപ്പോൾ ആ ഒരു മോഡലിൽ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ അത് ചെയ്തത് എത്രത്തോളം സക്സസ് ആയിന്ന് എനിക്കറിയില്ല. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഓരോ പാർട്സാക്കി എടുത്തിട്ട് ഗം യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ക്യാപ്പ് റെഡിയായി. ഇനി നമുക്ക് പോലീസുകാരുടെ ലാത്ത് റെഡിയാക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്ലേ കുറച്ചെടുത്തിട്ട് ഒന്ന് നീളത്തിൽ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ട് അതൊരു ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ പോലീസുകാർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ലാത്തിയും ക്യാപ്പുമാണ് ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്കൊരു പിക്ചർ വരക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അതായിരിക്കും കുറച്ചും കൂടി ഭംഗിയും. ഇതിപ്പോൾ ചിലപ്പോൾ ക്യാപ്പ് പെയിൻറ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാകുമെന്നറിയില്ല കേട്ടോ. എന്നാലും നോക്കാം.
സോ രണ്ടും റെഡി ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ ഞാനിവിടെ 2 ആക്രിലിക് കളർ ഓറഞ്ചും ഗോൾഡുമാണ് എടുത്തത്. ആ രണ്ടും കൂടി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലാഗിനെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഓറഞ്ചും പിന്നെ ഗ്രീൻ പാഷൻ താഴത്തേക്ക്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് പെൻസിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒരു ഗ്യാപ്പിലൊക്കെ ഒന്ന് ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം നല്ല ഇഷ്ടിക പോലെയുള്ള ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ആ ക്ലേ മോഡലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ടാൻ കുറച്ച് ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ആ ബോട്ടിൽ ചുറ്റും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓറഞ്ച് റെഡി ആയിട്ടുണ്ട്, മൊത്തം അങ്ങ് പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രീൻ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് എടുത്തു. അത് നമുക്ക് ഇതുപോലെ തന്നെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ആ താഴത്തെ പോർഷൻ മൊത്തം പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടും കഴിഞ്ഞു. വൈറ്റും കൂടി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് നമുക്ക് ആ മോഡലുമ കുറച്ച് നീല പെയിൻറ്റ് ബ്രഷ് യൂസ് ഗ്രീൻ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. കാരണം ബ്രഷ് വെച്ച് ചെയ്താൽ അത് ശരിയാവുള്ളൂ, സ്പോഞ്ച് വെച്ചത് ശരിയാവില്ല, അതുകൊണ്ടാണ്. സോ അതും കഴിഞ്ഞു. വൈറ്റും കൂടി ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇടയിലുള്ള ഭാഗം. ഇനി നമുക്ക് ആ വൈറ്റിൻ്റെ ആ മോഡലിൽ ആ ഭാഗത്ത് വരുന്ന മോഡൽ നമുക്ക് ബ്ലൂ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാം. അപ്പം അത് മൊത്തം ആ ഒരു ഗ്രീൻ വരുന്ന ഭാഗത്ത് വരരുത്. ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ അങ്ങോട്ട് അതൊക്കെ ചെയ്തെടുക്കുക. ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലാഗിൻ്റെ സെൻറ്റർ പോർഷൻ ആ റൗണ്ട് വരക്കുക. അപ്പോൾ അത് ബ്ലൂ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. റൗണ്ട് കൃത്യമായോന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു ബോട്ടിലിൻ്റെ ഒരു കോർണർ പോർഷൻ ആയ കാരണം ഒരു ഏകദേശ രൂപം വെച്ചിട്ട് ഞാൻ റൗണ്ട് വരയ്ക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സെൻറ്റർ പോർഷൻസിൽ ആ 24 ഇത് വരയ്ക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. സെൻറ്റർ പോർഷന് കുറച്ചും കൂടി ചെയ്ത് കൊടുത്തു. അപ്പോൾ അതെ ചക്ര റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം റെഡിയായി. ഇനി അടുത്തത് നമുക്ക് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആ ഒരു കോട്ടിങ്ങും കൂടി കൊടുക്കാം. അപ്പോൾ അതൊരു ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ പെയിൻറ്റ് ചെയ്യണം. ഇത് വേണമെങ്കിൽ ബ്രിക്ക് അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ബ്രിക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ മാത്രമായിട്ടും ഒരു ടെക്സ്ചർ ഫീലിംഗ് കൊടുക്കാവുന്നതാണ്. അതും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വെറുതെ പെയിൻറ്റ് ചെയ്യുന്നതിനും നല്ലത് ഒരു ടെക്സ്ചർ ഫീലിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അതിന്. ഇത് ഹാപ്പി എഴുതി. ഇനി ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആവണേണ്. ഇപ്പോൾ ഡേയും എഴുതി. അപ്പോൾ ഇതാ അതും കംപ്ലീറ്റ് ആയി. ഇൻഡിപെൻഡൻസ് ഡേ എഴുതും. രണ്ട് എക്സ്ക്ലമേഷൻ മാർക്കും കൂടി ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ്സും കൂടി എഴുതണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് എഴുതാവുന്നുള്ളൂ. സോ അതും കഴിഞ്ഞു. മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ. ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ കുറച്ച് ത്രെഡ് ചുറ്റാം. സോ ഞാൻ ത്രെഡൊക്കെ ചുറ്റി. ഒരു ബ്ലാക്ക് കളർ ത്രെഡാണ് ചുറ്റിയത്.
അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്യാപ്പില്ലാണ്ട് ചുറ്റണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.